UDF വന്നാൽ ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിൽ കുരുങ്ങി ഒരു വശത്ത് കോൺഗ്രസ് കറങ്ങിത്തിരിയുമ്പോൾ യാഥാർത്ഥ്യബോധമുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും മറ്റൊരു വാർത്ത ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ച. മറ്റൊന്നുമല്ല, LDF വീണ്ടും വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് ഇലക്ഷൻ നടന്ന അന്ന് മുതൽ യാതൊരു സംശയമില്ലാത്ത സമൂഹ മാധ്യമങ്ങളിലും പുറത്തും നേതാക്കളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ കൃത്യമായി അവകാശപ്പെടുന്ന പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ LDF വീണ്ടും വരും, മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരും എന്ന് അങ്ങനെ നേരിട്ട് സമ്മതിക്കാൻ തയ്യാറാവാത്ത മാധ്യമ പ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ CPM-നെ നിരന്തരം വിമർശിച്ചുകൊണ്ട് രൂക്ഷമായി CPM-നെയും പിണറായി വിജയനെ കടന്നാക്രമിക്കുന്നത് ശൈലിയും സ്വഭാവവും ആഘോഷവുമാക്കി മാറ്റിയ ചില ഓൺലൈൻ മാധ്യമ മേധാവികൾ അവരെല്ലാം പറയുന്നു മൂന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സാധ്യതയാണ് തെളിയുന്നത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് വ്യക്തമാകുമെന്ന് K. മുരളീധരൻ പറയുമ്പോൾ കുട്ടി LDF തന്നെയായിരിക്കും, അതായത് ഇനി വരുന്നത് LDF തന്നെയായിരിക്കും എന്ന് പറയാനുള്ള, വാർത്തയിൽ നേരിട്ട് പറയാൻ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ സമൂഹ മാധ്യമ കുറിപ്പുകളിൽ നേരിട്ട് പറയാനുള്ള ആർജവവും തന്നേടവുമാണ് ഈ പറഞ്ഞ ആളുകൾ കാണിച്ചിരിക്കുന്നത്. അതൊരു കൃത്യമായ സൂചനയാണ്. ആ സൂചന ആകാശത്ത് നിന്ന് വെറുതെ ഉണ്ടാവുന്നതല്ല, അല്ലെങ്കിൽ വെറുതെ കുറിച്ചെടുക്കുന്നതല്ല, വെറുതെ ഒരു ഊഹാപോഹം പറയുന്നതല്ല. നമുക്കറിയാം, പശ്ചിമ ബംഗാളിലെ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് 29-ാം തീയതിയാണ്. അതുകൂടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ നിയമസഭകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാവും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അസാമിലെയും തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ പിറകെ തന്നെ എക്സിറ്റ് ഫലങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ദിവസം പോൾ ചെയ്തിറങ്ങുന്ന ആളുകളോട് എക്സിറ്റ് പോൾ ചെയ്യുന്ന ആളുകൾ നേരിട്ട് ചോദിക്കുന്ന അഭിപ്രായ വോട്ടെടുപ്പാണല്ലോ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. അത് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അസമിലാണെങ്കിലും വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുക എന്നുള്ളതല്ല, അത് സാധ്യവുമല്ല പ്രായോഗികമായിട്ട്. പക്ഷേ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി നിരവധി മണ്ഡലങ്ങളിൽ ആളുകളോട്, വിവിധ രാഷ്ട്രീയ നിലപാടുകൾ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ആളുകളോട് മാത്രമായല്ലോ ചോദിക്കുന്നത്, റാൻഡമായി ചോദിക്കാൻ എല്ലാ ആളുകളോടും ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നാണ് ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നിലപാടെത്തുന്നത്. അത് പൊളിഞ്ഞു പോകാറുണ്ട്, കൃത്യമായി നടക്കാറുണ്ട്, ഭാഗികമായി യാഥാർത്ഥ്യമാകാറുണ്ട്, ഭാഗികമായി പൊളിഞ്ഞു പോകാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എക്സിറ്റ് പോളുകളുടെ ഇത്തവണത്തെ ഒരു സോൾ, ആത്മാവ് എന്ന് പറയുന്നത് LDF വീണ്ടും വരും, മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരും എന്നതാണെന്ന സൂചനകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തലസ്ഥാനത്ത് ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ, മാധ്യമ സ്ഥാപനങ്ങൾക്കിടയിൽ ഒരു മർമ്മരമായി സജീവമായി വളർന്നിട്ടുണ്ട്. ഒരു അന്തർധാരയായി അതിങ്ങനെ ചർച്ചയാവുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് കൃത്യമായ അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കാരണം എക്സിറ്റ് പോൾ ചെയ്യുന്നവർ വെറുതെ പുറത്തുനിന്ന് അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ആളുകളല്ലോ. എക്സിറ്റ് പോൾ ചെയ്യുന്ന ആളുകൾക്ക് മാധ്യമപ്രവർത്തകരോ നേരിട്ട് ബന്ധമുണ്ട്. അവരിൽ പലരും മുതിർന്ന മാധ്യമപ്രവർത്തകരോ മാധ്യമ സംഘങ്ങളോ അതിൻ്റെ ഭാഗമായിരിക്കുന്നവരോ ഏജൻസികളോ ഒക്കെയാണ്. അപ്പോൾ എക്സിറ്റ് പോളുകളുടെ പൊതു സ്വഭാവം LDF വീണ്ടും വരും എന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ മെയ് 5-ന് സത്യപ്രതിജ്ഞ, പന്തലിടാൻ നിർദ്ദേശം എന്നൊരു വാർത്ത, അല്ലെങ്കിൽ ഇനിയും ഒരു തവണ കൂടി പിണറായി വിജയൻ വന്നാൽ ഞാൻ ഈ വിമർശനം നിർത്തും കേട്ടോ എന്നൊരു പോസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതിൻ്റെയൊക്കെ പൊതു സ്വഭാവം LDF വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ മെയ് 5 സത്യപ്രതിജ്ഞ എന്ന വാർത്ത വന്നതിനെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വിമർശിക്കുന്നുണ്ട്. അതൊരു തീയതി തെറ്റിയത് മാത്രമാവാനുള്ള സാധ്യത ആണ് ആ മാധ്യമ പ്രവർത്തകനെ അറിയുന്നവർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടിസ്ഥാനരഹിതമായി എന്തെങ്കിലും എഴുതുന്ന ആളുകളല്ല, വിശ്വാസത്തിലുള്ള മാധ്യമ പ്രവർത്തകരാണ്. പക്ഷേ ഡേറ്റ് തെറ്റിപ്പോയി. സാധാരണഗതിയിൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് മെയ് 4 ഫലം വന്നാൽ പിറ്റേ ദിവസം സത്യപ്രതിജ്ഞ എന്നത് നടക്കുന്ന കാര്യമല്ല പ്രായോഗികമായിട്ട്. അതിന് ചില രീതികളുണ്ട്. അദ്ദേഹം 1, 2, 3, 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. റിസൾട്ട്
വരണം, ഇലക്ഷൻ കമ്മീഷൻ അത് വിജ്ഞാപനം പുറപ്പെടുവിക്കണം, അത് കഴിഞ്ഞ് നേതൃയോഗങ്ങൾ കൂടണം പാർട്ടികളുടെ, എന്നിട്ട് MLA-മാരുടെ യോഗം ചേരണം, നിയമസഭാ നേതാവിനെ തിരഞ്ഞെടുക്കണം, ഗവർണറോട് ക്ലെയിം ചെയ്യണം, ഗവർണർ ക്ഷണിക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഘട്ടങ്ങളുണ്ട്. എന്തായാലും പിറ്റേ ദിവസം സാധ്യമല്ല. അപ്പോൾ മെയ് 4 ഫലം വന്നാൽ 5 നടന്നില്ലെങ്കിൽ 7 8 നടക്കാമല്ലോ, അല്ലെങ്കിൽ 9-ാം തീയതി എങ്കിലും നടക്കാമല്ലോ. അപ്പോൾ തീയതിയുടെ കാര്യത്തിലുള്ള സാങ്കേതികത്വത്തിൽ പിടിച്ച് അതിനെ അങ്ങനെ കീറി മുറിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്തായാലും സത്യപ്രതിജ്ഞ പിണറായി വിജയൻ്റേതാണ്, LDF സർക്കാരിൻ്റേതാണ്, വീണ്ടും പിണറായി വിജയൻ സർക്കാരാണ്, മൂന്നാമത് LDF സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ പൊതുവായ ഏകോപനപരമായ ചിന്ത വരുന്നു. അത് ചെറിയ കാര്യമല്ല എന്നാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ സാമൂഹ്യ പ്രവർത്തകരും വലതുപക്ഷ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഇൻഫ്ലുവൻസർമാരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം എന്താണ്? UDF ആണ് വരുന്നത്. UDF തരംഗം എന്ന് പറയാൻ വരെ ധൈര്യപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ അതിനുള്ള ബേസ് എന്താണ്, അതിനുള്ള തെളിവ് എന്താണ്, എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ, തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഉത്തരം ഇതുവരെ ഇല്ല. പക്ഷേ LDF ആണ് വരുന്നത് എന്ന് പറയുന്ന ആളുകൾ പറയുന്ന ഈ എക്സിറ്റ് പോളിൻ്റെ സാധ്യതകൾ, ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ, ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾ ആവശ്യപ്പെടുന്നത്, അങ്ങനെ 1 2 3 എന്ന് ഒരുപാട് കാര്യങ്ങൾ. ഒരു സർക്കാർ 10 വർഷം, 5 വർഷം ആദ്യം പിന്നെ 5 വർഷം ഭരിച്ച ഒരു സർക്കാർ ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ജനങ്ങൾക്ക് അവർ എന്ത് കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്ത് സർക്കാർ വീണ്ടും വരുന്നു എന്നാണ് LDF വരും എന്ന് പറയുന്ന ആളുകൾ പറയുന്നത്. ഈ പറയുമ്പോൾ ആ തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോഴുള്ള വ്യത്യാസം ഇതാണ്. ഒരു കൂട്ടർ പറയുന്ന ഈ കാര്യങ്ങളാണ്, ഒരു കൂട്ടർ ശൂന്യതയിൽ നിന്ന് പറയുകയാണ് UDF വരും എന്ന്. അപ്പോൾ കാര്യങ്ങൾ കരക്കെടുക്കുകയാണ്. കുട്ടി ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് അതുകൂടെ പറയണമല്ലോ. അപ്പം കെ മുരളീധരൻ 2 ജെൻഡറേ പറഞ്ഞുള്ളൂ, 3 ജെൻഡറുണ്ട്. കുട്ടി ആണും പെണ്ണും ട്രാൻസ്ജെൻഡറും ആവാം. അത് 3 സമൂഹം അംഗീകരിച്ച നമ്മുടെ നിയമ സംവിധാനത്തിലുള്ള ലിംഗങ്ങൾ തന്നെയാണ്, ജെൻഡർ തന്നെയാണ്. അതുകൊണ്ട് LDF ആണ് വരാൻ പോകുന്നത്, കുട്ടി LDF ആണ് എന്ന് തെളിയുമെന്ന സൂചനകൾ മാധ്യമ സ്ഥാപനങ്ങൾ, മാധ്യമ പ്രവർത്തകർ, ഓൺലൈൻ മാധ്യമ മേധാവികൾ, അങ്ങനെ ആളുകൾ കൃത്യമായി പ്രവചിക്കുകയും അത് സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ദിനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് കാത്തിരിക്കാൻ വെറും ഒരൊറ്റ ആഴ്ച മാത്രമേ ഉള്ളൂ. ഇന്ന് തിങ്കളാണ് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം. അടുത്ത തിങ്കളാഴ്ച ഈ സമയമാകുമ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ ആരൊക്കെ പടക്കം പൊട്ടിക്കും, ആര് ചിരിക്കും, അവസാന ചിരി ആരുടേതാണ് എന്ന് നമുക്ക് കാത്തിരിക്കുക തന്നെ ചെയ്യാം. നന്ദി, നമസ്കാരം.